ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ അയാളുടെ ഇമോഷൻസൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടത്തുള്ളൂ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ ഇതെല്ലാവരുടെയും എനർജി ആയിട്ട് മാച്ച് ചെയ്യണമെന്നില്ല. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഇതെപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആകുക. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ യാതൊരുവിധ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനോ ഒന്നും തന്നെയില്ല. നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺ നിങ്ങളെ കംപ്ലീറ്റ്ലി അങ്ങ് ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അങ്ങ് പോയ അയാളെ പറ്റി നിങ്ങൾക്ക് യാതൊരുവിധ കാര്യവും ഒന്നും തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയപ്പോൾ അയാൾ ശരിക്കും പറഞ്ഞാൽ അയാളുടെ പുറകിൽ എന്തൊക്കെയാണ്, അതായത് നിങ്ങളെന്നൊരു പേഴ്സൺ അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസിനും നിങ്ങൾക്ക് ഇത്രയും നാളും നൽകിയ ആ ഒരു സ്നേഹത്തിനും ഒന്നും ഒരു വിലയും കൊടുക്കാതെയാണ് ആ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് എല്ലാം തട്ടി മാറ്റി അങ്ങ് പോയത്. അതായത് അയാൾക്ക് നിങ്ങൾക്ക് എന്ത് പറ്റിയാലും അയാൾക്ക് ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരെയും പോലെ തന്നെ വളരെ നല്ല രീതിയിലും വളരെ നല്ല സ്നേഹത്തോടു കൂടെയൊക്കെ പോയൊരു ബന്ധമാണ്. പക്ഷേ പെട്ടെന്നൊരു ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം അയാൾ അത്രയും നാളും അയാൾ നിങ്ങളോട് ഒരു ഭയങ്കര സ്നേഹം, നിങ്ങൾക്ക് തമ്മിൽ പിരിയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു എനർജിയൊക്കെയാണ്. പക്ഷേ പെട്ടെന്ന് ഒരു പ്രാവശ്യം അയാൾ കംപ്ലീറ്റ്ലി ചേഞ്ചായി. അതായത് നമ്മൾ പറയുന്ന പോലെ ഇത്രയും വർഷം നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടും അല്ലെങ്കിൽ ഒരുമിച്ച് നിങ്ങൾ നിന്നിട്ടും പെട്ടെന്ന് എന്താണ് ഈ ഒരു പേഴ്സൺ ഇങ്ങനെ കാണിച്ചത്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങളുടെ ഇമോഷൻസും നിങ്ങളുടെ തമ്മിലുള്ള ബന്ധങ്ങളും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു നിങ്ങൾ തമ്മിൽ ക്രിയേറ്റ് ചെയ്ത ആ ഓരോ നിമിഷങ്ങളും, അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാൾ മറന്ന് കംപ്ലീറ്റ് ആയിട്ടും അയാൾ എല്ലാം തട്ടിത്തെറിപ്പിച്ച് അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോയി. അപ്പോൾ അയാൾ ഒരിക്കലും ഓർത്തില്ല അയാൾക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നോ അതല്ലെങ്കിൽ നിങ്ങളെന്നൊരു എനർജി അയാളുടെ മൈൻഡിൽ പോലും ഇല്ല. അതായത് കംപ്ലീറ്റ്ലി നിങ്ങളെ അയാളുടെ മൈൻഡിൽ നിന്ന് കളഞ്ഞിട്ടാണ് അയാൾ പോയത്. ശരിക്കും ഒരു സ്ട്രേഞ്ചർ എങ്ങനെയാണോ നമ്മൾ പെരുമാറുന്നത് അതേപോലത്തെ ഒരു എനർജിയാണ്. അതായത് ആരുമല്ല, ഒരു നിമിഷം കൊണ്ട് ആരുമല്ലാത്ത രീതിയിൽ അയാൾ പോയി കളഞ്ഞു. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശരിക്കും അയാൾ അന്ന് ഇട്ടിട്ട് പോയതിൽ നിന്നും വേറൊരു ടൈപ്പ് ഓഫ് എനർജിയാണ്. അതായത് അയാളിപ്പോൾ ശരിക്കും വിഷമിക്കുന്നുണ്ട്, അയാളിപ്പോൾ ആലോചിക്കുന്നുണ്ട് അയാൾ ചെയ്ത ഓരോ കാര്യങ്ങൾ. അതായത് അയാൾ നിങ്ങളെ ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞ് പോയ എടുത്തുനിന്ന് ഇപ്പോൾ അയാൾ അവിടെ നിന്ന് വിഷമിക്കുന്നുണ്ട്. നിങ്ങളോട് ഓരോന്നും ചെയ്തതിൻ്റെയും നിങ്ങളോട് അങ്ങനെ കാണിക്കേണ്ടിയില്ലായിരുന്നു എന്നെ കുറിച്ച് അയാൾ ഒരുപാട് നീറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ തന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും എല്ലാം നല്ലപോലെ മാനേജ് ചെയ്തും നല്ല ഒരു ബാലൻസ് ചെയ്തിട്ടൊക്കെ ഉള്ളൊരു എനർജിയാണ്. പക്ഷേ നല്ല ഒരു സ്നേഹമൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഉള്ളിൽ. പക്ഷേ ചില സമയത്ത് അയാളുടെ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഒരു എനർജി വെച്ചിട്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ അയാൾ നമ്മളത്ര സീരിയസ് ആയിട്ട് ഒന്നും അല്ല ലൈഫിനെടുത്തത്, അതായത് ഈ ഒരു റിലേഷൻഷിപ്പിനെ എടുത്തത്. പക്ഷേ അയാൾക്കുള്ളിൽ ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ ഒട്ടും മെച്ചുവർ അല്ലാത്തൊരു രീതിയിലുള്ളൊരു കാര്യങ്ങളായിരുന്നു അയാൾക്ക് ആദ്യമേ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെ എനർജി എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു പ്രേമോ ഇഷ്ടമോ അങ്ങനത്തെ രീതിയിലുള്ള ഒന്നുമല്ല. നിങ്ങൾ ഭയങ്കര ചിലപ്പോൾ ഫ്രണ്ട്ലി ആയിരിക്കാം, ഭയങ്കര തിക്കായിട്ടുള്ളൊരു ഫ്രണ്ട്ലി ആ ഒരു ടൈപ്പ് ഓഫ് എനർജിയിലായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ് തമ്മിലാകുമ്പോൾ നമുക്ക് എന്തും പറയാം, ചിരിക്കാം, അങ്ങനത്തെ ഒരു എനർജി. അപ്പോൾ അതേപോലെ ഭയങ്കരമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എൻജോയ് ചെയ്തും കുട്ടികൾ തമ്മിൽ കളിക്കുന്ന രീതിയിലുമൊക്കെ അങ്ങനത്തെ, അതായത് ഭയങ്കര ഫ്രണ്ട്ലി ടൈപ്പ് ഓഫ് ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം അങ്ങനത്തെ ഒരു എനർജിയിലായിരുന്നു, നിങ്ങൾ എല്ലാം ഷെയർ ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷേ നിങ്ങൾക്കുള്ളിൽ ഇങ്ങനത്തെ ഒരു ഇമോഷൻ നല്ലതുപോലെ ഉണ്ട്, അതായത് ഇഷ്ടം ഉണ്ടായിരുന്ന ആ ഒരു പേഴ്സൺ ഉണ്ട്. അയാൾക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ
ഗ്രാജ്വലി ആ ഒരു ഇഷ്ടം കുറഞ്ഞു വരാൻ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സൺ നമ്മൾ കണ്ട രീതിയിലല്ല, ഇയാൾ സീരിയസ് അല്ല എന്ന് വെച്ചാൽ ഇഷ്ടമുണ്ടോ എന്ന് വെച്ചാൽ ഇഷ്ടമുണ്ട്, പക്ഷേ അത് അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജ്, അതായത് നമ്മളിപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് മാരേജ് അങ്ങനത്തെ ഒരു ഇതൊന്നും അയാളുടെ ഉള്ളിൽ ഇല്ലായിരുന്നു. കാരണം ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ ഇഷ്ടമുണ്ട്, പക്ഷേ ഒട്ടും മെച്ചുവർ അല്ലാത്ത രീതിയിലുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും, അതായത് ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇയാൾ ആഗ്രഹിച്ച പോലുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ വളരെ നല്ലതുപോലെയൊക്കെ കിട്ടുകയോ എടുക്കുകയോ ഒക്കെ ചെയ്ത് അങ്ങനത്തെ ഭയങ്കര നല്ലൊരു ചൈൽഡ്ഹുഡും ഒക്കെ ആയിരുന്നു ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുണ്ടാവുക ചിലപ്പോൾ. അപ്പോൾ വലിയ കഷ്ടപ്പാടുകളൊന്നും അനുഭവിക്കാത്തൊരു ജീവിതമായിരിക്കാം ഈ ഒരു പേഴ്സൻ്റെ, അല്ലെങ്കിൽ അതേപോലത്തെ ഒന്നും എല്ലാം അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വലിയതായിട്ട് കെയർ ചെയ്യാതെ അയാൾ അപ്പോഴത്തെ ഒരു എനർജി ഫ്ലോയിൽ അങ്ങ് പോകുന്ന ഒരു എനർജി ആയിരിക്കാം. അപ്പോൾ ജീവിതത്തിൽ വലിയ കഷ്ടപ്പാടുകളും വലിയ ട്രബിളും ഒന്നും ഉണ്ടാകാത്ത ഒരു പേഴ്സൺ ആയതുകൊണ്ട് എല്ലാം വളരെ സ്മൂത്തായിട്ടും എല്ലാ കാര്യങ്ങളും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു പോസിറ്റീവ് മൈൻഡൊക്കെ ഉള്ളതായിരിക്കാം, അതല്ലെങ്കിൽ അയാൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ അയാൾക്ക് കിട്ടിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയമായിരിക്കും നിങ്ങൾ തമ്മിൽ ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ടൈമിൽ. പക്ഷേ ഇപ്പോഴത്തെ എനർജി വെച്ചിട്ട് ഇത്രയും നാൾ അയാൾക്ക് എങ്ങനെയായിരുന്നോ അതിൽ നിന്നുമൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് അയാൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എന്തിൽ കൈവച്ചാലും അതൊക്കെ കംപ്ലീറ്റ്ലി ഫ്ലോപ്പാണ്. ഒരു കാര്യങ്ങളും ലൈഫിൽ നടക്കുന്നില്ല, എല്ലായിടവും ബ്ലോക്കാണ്. അപ്പോൾ ജീവിതം തന്നെ വല്ലാത്തൊരവസ്ഥയിലാണ്. അതൊരു ജോലിക്ക് പോയാലും അത് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ട്രബിൾ, അതല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കിട്ടുന്നില്ല. പിന്നെ ഫിനാൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഫിനാൻസിനൊക്കെ തന്നെയാണെങ്കിലും എല്ലാത്തിലും പ്രശ്നങ്ങൾ. പിന്നെ ബിസിനസ്സുകാരാണെങ്കിൽ അതേ രീതിയിലുള്ള പ്രോബ്ലംസ്. പിന്നെ ഗവൺമെൻറ് ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അവിടെ അതുപോലുള്ള ചിലപ്പോൾ അവർക്ക് ഒരു ട്രാൻസ്ഫറോ അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിനൊക്കെ ചിലപ്പോൾ ടൈം, അതായത് ഉടനെയൊക്കെ എല്ലാം ശരിയാകും എന്നൊക്കെ ഓർത്തിരുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് സമയം എടുക്കുന്നു, ഒന്നും നടക്കുന്നില്ല. അങ്ങനെ എന്തെടുത്താലും ഫുൾ ബ്ലോക്ക്. അതായത് അവർക്ക് ഇപ്പോൾ കിട്ടുമെന്ന് പോയിക്കൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ പെട്ടെന്ന് തന്നെ ആ എനർജിയൊക്കെ മാറി അല്ലെങ്കിൽ നാളെ കിട്ടും, നിങ്ങൾക്ക് ഓക്കെ ആവും ഈ കാര്യങ്ങളൊന്ന് വിചാരിച്ചിരുന്ന ആ ഒരു സമയത്ത് അതിപ്പോൾ കിട്ടത്തില്ല എന്നൊരവസ്ഥയാണ്. അത് ലൈഫിലെ എല്ലാ കാര്യവും അയാൾക്ക് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് നിങ്ങളെ വിട്ടിട്ട് പോയതിനു ശേഷം അയാളുടെ ജീവിതത്തിൽ അയാൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളതും ഉള്ള കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ ശരിക്കും ആ ഒരു പേഴ്സണ് നിങ്ങളുടെ ആ ഒരു എനർജിയുടെ ഒരു ലെവലും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പേഴ്സൺ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിൽ നിന്നും അകന്ന്, എല്ലാവരും അയാളിൽ നിന്നും അകന്ന് മാറി, അതായത് മൊത്തത്തിൽ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു ഇമോഷണലി തകർന്നിരിക്കുന്ന അവസ്ഥയിൽ ഒക്കെയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു പേഴ്സണ് നിങ്ങളെ പറ്റിയുള്ള ചിന്തകൾ, അതായത് നിങ്ങൾ കൊടുത്ത ആ മെൻ്റൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ മൈൻഡിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചിന്തകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ വന്ന് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു എനർജി വെച്ചിട്ട് പറയാൻ പറ്റും ഈ ഒരു വ്യക്തി നിങ്ങളെ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ആ ഒരു പേഴ്സൺ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന് എന്താണ്, അതായത് എല്ലാം വളരെ നല്ലതുപോലെയും ഒക്കെ പോയിക്കൊണ്ടിരുന്നൊരു ബന്ധമാണ്. പെട്ടെന്ന് എന്താണ് ഞാൻ ഈ റിലേഷൻഷിപ്പിൽ നിന്നും മാറിയത്, എന്താണ് എനിക്ക് സംഭവിച്ചത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് അയാളോട് നല്ല രീതിയിൽ, അതായത് നിങ്ങൾ രണ്ടുപേരും നല്ല ഒരേപോലെ നിൽക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അയാൾ ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം ഞാനല്ലെങ്കിൽ ഇട്ടിട്ട് പോകുമ്പോൾ നിങ്ങൾ അവരുടെ പുറകെ ചെല്ലും, കരഞ്ഞ് കാല് പിടിച്ചൊക്കെ പുറകെ നടക്കും. പക്ഷെ നിങ്ങൾ ആ ഒരു എനർജീനെ മനസ്സിലാക്കി നിങ്ങൾ ചിലപ്പോൾ ആദ്യമൊക്കെ പ്രോബ്ലംസൊക്കെ ഉണ്ടാകും, പക്ഷെ നിങ്ങൾ ഗ്രാജുവലി അതിൽ നിന്നൊക്കെ ഒരുപാട് ഹീലായി. അപ്പോൾ നിങ്ങൾ അയാളുടെ പുറകെ പോകുന്നില്ല, അയാൾ അങ്ങനെ കരഞ്ഞും കാല് പിടിക്കാനൊന്നും നിങ്ങൾ പോയിട്ടൊന്നുമില്ല. നിങ്ങൾ മാന്യമായിട്ട് ചിലപ്പോൾ ആദ്യമൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ പിന്നീട് നിങ്ങളുടെ ഹീലിങ്ങിലോട്ട് നിങ്ങൾ പോയി നിങ്ങളുടെ ലൈഫ് ചൂസ് ചെയ്ത് നിങ്ങൾ ആ ഒരു രീതിയിലാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ അയാളുടെ ജീവിതത്തിൽ തകർച്ചയും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി വീണ്ടും ആലോചിക്കാൻ തുടങ്ങി. അപ്പോൾ അതിനെപ്പറ്റി ഒരു ഡിസിഷനൊക്കെ എടുക്കണം എന്ന് ആൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണം, സംസാരിക്കണം. പിന്നെ നിങ്ങളുടെ ഇടയിലുണ്ടായ ആ ഒരു ബന്ധത്തിൽ എന്താണ് പ്രോബ്ലം വന്നതിനൊക്കെ പറ്റിയാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്.
അതുപോലെ ഈ ഒരു ബന്ധത്തിൽ നിന്ന് അയാൾ പോയപ്പോൾ അയാളുടെ കയ്യിലുണ്ടായിരുന്ന കാര്യങ്ങൾ, അതായത് അയാൾ ഭയങ്കര ഒരു എന്താ പറയുക, അയാളുടെ കയ്യിൽ എല്ലാം നല്ല അയാൾക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം അയാളുടെ കയ്യിലുണ്ട്. പക്ഷെ അയാൾക്ക് അതിലൊന്നും തൃപ്തിയില്ല. അയാൾക്ക് അതായത് ഒരു നമ്മൾ പറയുന്ന ഒരു ഗ്രീഡി ടൈപ്പ് ഓഫ് ക്യാരക്ടർ, അതല്ല എങ്കിൽ ഒന്നിലും ഉറച്ചു നിൽക്കാതെ എന്നുവെച്ചാൽ അങ്ങനത്തേക്കൊരു സ്വഭാവമുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. എന്ത് കിട്ടിയാലും ഇനിയും എനിക്ക് വേണം 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 എന്ന് പറയുന്ന. അപ്പോൾ അയാളുടെ കയ്യിൽ അയാൾക്ക് ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ജോലി ഉണ്ടായിരിക്കാം, ചിലപ്പോൾ നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം, അയാൾ ആഗ്രഹിച്ച പോലത്തുള്ള എല്ലാ കരിയറും എല്ലാം അയാളുടെ ലൈഫിൽ ഉണ്ടായിരുന്നിരുന്നു. അതുപോലെ തന്നെ അയാൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന സമയത്ത് അയാളെ സ്നേഹിക്കാൻ നല്ലൊരു പേഴ്സണും ഉണ്ടായിരുന്നു, വളരെയധികം ജെന്യുനായിട്ട് തന്നെ സ്നേഹിക്കാൻ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അയാളുടെ കയ്യിൽ ഉണ്ടെങ്കിലും അയാളുടെ ചിന്തകളും കാര്യങ്ങളൊക്കെ വേറെ കാര്യത്തിലോട്ടായിരുന്നു. അയാൾ വേറെ പല കാര്യങ്ങളിലോട്ടൊക്കെയാണ് അയാൾ ചിന്തിച്ചതും പൊയ്യതും നോക്കിക്കൊണ്ടിരുന്നതും ഒക്കെ. അപ്പോൾ ഇപ്പോൾ അതൊക്കെ അയാൾക്ക് മനസ്സിലായി വരുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇരുന്ന് അയാൾ ആലോചിക്കുകയാണ്, അയാളുടെ ജീവിതത്തിൽ എന്തൊക്കെ അബദ്ധങ്ങളാണ് കാണിച്ചത്, ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞാൻ എന്തിനാണ് ഇങ്ങനെ വേറെ രീതിയിലോട്ട് വന്നത് എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ എനർജി എന്ന് വെച്ചാൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ കംപ്ലീറ്റ്ലി നിങ്ങൾ ട്രാപ്പായി, നിങ്ങൾ മൊത്തം അതായത് നിങ്ങൾക്ക് ഇയാളിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ ഇമോഷൻസും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ അല്ലാതെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് പോയിട്ടുണ്ടോ, റിലേഷൻഷിപ്പിൻ്റെ മാത്രമല്ല വേറെ എന്ത് കാര്യത്തിലും. അപ്പോൾ അതിനെയൊക്കെ പറ്റി അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഓരോ പ്രോബ്ലംസും ഒക്കെ ട്രിഗർ ചെയ്ത് പുറത്ത് വരാൻ തുടങ്ങി. അപ്പം നിങ്ങൾ കംപ്ലീറ്റ്ലി എനിക്ക് ഇതിൽ നിന്നൊരു രക്ഷയില്ല, ഞാൻ ഇവിടെ തന്നെ ചിലപ്പോൾ ഒരു സൂയിസൈഡ് ടെൻഡൻസി അതല്ലെങ്കിൽ അതേപോലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓർത്ത് നിങ്ങൾ കംപ്ലീറ്റ്ലി അതായത് എനിക്കിനി ഇവിടെ നിന്ന് വെളിയിലോട്ട് വരാൻ പറ്റില്ല, എനിക്ക് വരണമെന്നുള്ളിലുണ്ട്, പക്ഷെ നിങ്ങൾക്ക് പുറത്തോട്ടത് കാണിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾ അത്രയും പോലെ വരണമെന്ന് പോലും നിങ്ങൾ ആലോചിക്കുന്നില്ല. കാരണം വെച്ചാൽ എനിക്ക് അയാളില്ലാതെ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു നിങ്ങളുടെ ആ ഒരു എനർജി. അതായത് നിങ്ങൾ ട്രാപ്പിലായിരിക്കുകയാണ്, നിങ്ങൾ വേണം അതിൽ നിന്ന് പുറത്തോട്ട് വരാൻ. അപ്പോൾ നിങ്ങൾ ആദ്യമൊന്നും നിങ്ങൾ അതുകൊണ്ട് തയ്യാറായില്ല ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ജീവിതത്തിൽ നിന്ന് പോയ ആ ഒരു ടൈമിൽ. പക്ഷേ നമുക്കിപ്പോൾ പറയാൻ പറ്റും നിങ്ങൾ ആ ഒരു എനർജിയിൽ നിന്നൊക്കെ ഒരുപാട് നിങ്ങൾ മാറി, നിങ്ങൾ ആ ഒരു കെട്ടിൽ നിന്നൊക്കെ കെട്ടൊക്കെ പൊട്ടിച്ച് നിങ്ങൾ വെളിയിൽ ചാടി നിങ്ങൾ കുറേ കൂടെ ഫ്രീ ആയി, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, നിങ്ങൾ നല്ല രീതിയിൽ ഹീൽഡായി, ഒരു ഹീൽഡ് വേർഷനാണ് ഇപ്പോൾ നിങ്ങൾ. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ എന്തുണ്ടെങ്കിലും അയാൾക്ക് എന്താ പറയുക, ഇപ്പോൾ പൈസ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും അയാൾക്ക് ഇനിയും എന്നുള്ള ഒരു എനർജിയാണ്. അപ്പോൾ എപ്പോഴും ആ ഒരു നോട്ടത്തിലും ആ ഒരു ചിന്തകളും മാത്രമാണ് ഈ ഒരു പേഴ്സൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. ഇപ്പോൾ ആ ഒരു സ്വഭാവമൊക്കെ അതായത് ഈ പേഴ്സൺ എന്തായിരുന്നോ ആദ്യമൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്, അതായത് ആദ്യമല്ല നിങ്ങൾ തമ്മിൽ ആ ഒരു ബ്രേക്കപ്പിൻ്റെ ടൈമിലേക്ക് ഇയാളുടെ ക്യാരക്ടർ കംപ്ലീറ്റ്ലി മാറി ആ ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ക്യാരക്ടർക്ക് ഇയാൾക്ക് ഇപ്പോൾ മനസ്സിലായി. അപ്പോൾ ആ ഒരു സ്വഭാവമൊക്കെ മാറി ഇപ്പോൾ പഴയ പോലെ നല്ല ഒരു രീതിയിലോട്ടൊക്കെ വരാനൊക്കെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അന്നത്തെ സ്വഭാവത്തെ ഓർത്ത് അയാൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഉപേക്ഷിച്ച് പോയതിലൊക്കെ ആ ഒരു പേഴ്സൺ ഇപ്പോൾ വിഷമിച്ച് നിങ്ങളുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊക്കെ വരാനൊക്കെ അയാളിപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ അയാളുടെ മിസ്റ്റേക്സൊക്കെ അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെന്നൊരു പറയുന്ന ആ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ അയാളുടെ ജീവിതത്തിൽ അതായത് നിങ്ങൾ ഒരുപാട് സ്നേഹങ്ങൾ കൊടുത്തും എല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു എനർജിനെ കംപ്ലീറ്റ്ലി കളഞ്ഞ് വേറൊരു ആംഗിളിലോട്ട് പോയപ്പോൾ ആ ഒരു പേഴ്സൺ ഒരുപാട് ഇപ്പോൾ വിഷമിക്കുന്നുണ്ട്. അയാൾക്ക് ചെയ്ത തെറ്റ് അയാൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അയാൾക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നും പഴയ രീതിയിലോട്ട് വരണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേഴ്സൺ എൻ്റെ മൈൻഡിൽ ഇപ്പോൾ നിങ്ങളുടെ ചിന്തകളൊക്കെ നല്ലതുപോലെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സണിൽ നിന്നും എന്തെങ്കിലും ഒരു മെസ്സേജോ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടുമെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.